ഹലോ! ചുരിദാർ മെറ്റീരിയലിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് അതിനു ഒരു വേണ്ടി തുണി തുണി ടോപ്പ് ആദ്യം തന്നെ തയ്യാറാക്കാണ് ട്ടോ. 2 മടക്കി അതിനുശേഷം 4 അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. മോശം വശം നമ്മളുടെ നേരെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അളവെടുക്കുന്ന വശം മോശം വശമായിരിക്കണം. ഇതിന് അങ്ങനെ 2 വശം ഏകദേശം സെയിം ആണ്. മോശമായിട്ടുള്ളൊരു വശമില്ല. അപ്പോൾ എനിക്കിത് ഏത് വേണമെങ്കിലും എടുക്കാം ട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ എടുത്തിരിക്കുന്നത് ട്ടോ. എന്നിട്ട് അളവെടുത്ത് തുടങ്ങുകയാണ്. കഴുത്തകലം 2ഉം കഴുത്തിറക്കെടുത്തിരിക്കുന്നത് 2.5 ട്ടോ. പിന്നീട് ഷോൾഡർ ലെങ്ത് ആണ് കൊടുക്കുന്നത്. ഞാനിവിടെ 4 കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എത്രയാണെന്ന് വെച്ചിട്ട് അത് അളന്നെടുക്കുക. അതായത് ഷോൾഡർ ടു ഷോൾഡർ അളന്നെടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക, പിന്നെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിടുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചാണ് കൊടുക്കാറ്. ഇനി നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെയും ബാക്കി താഴേക്കുള്ള ഇറക്കമാണ് എടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അളവെടുക്കുന്നു. ഇപ്പോൾ നമ്മളെടുക്കുന്ന അളവ് 21 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 ഭാഗമാക്കുക അതിനെ. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടുക. അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. ആളുടെ അളവ് 21 ആണ്. അതിൻ്റെ 1/4 ഭാഗമാക്കി അതിൻ്റെ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽ തുമ്പിട്ട് കൊടുക്കുക നമ്മൾ. അതെങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം എത്രയാണ് ഇറക്കം വേണ്ടത് അത് അടയാളപ്പെടുത്തുക. ഞാൻ ആദ്യം ടോപ്പ് പോർഷനാണ് അടിക്കുന്നത്. അതിനുശേഷം ഞെറിവിട്ടടിക്കേണ്ട ഭാഗം ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമുക്ക് എത്ര വരെ നെഞ്ചിറക്കം എത്ര വരെയാണ് വേണ്ടത്, അതായത് ബോഡിയുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താം. പിന്നീട് ഷോൾഡർ വെട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് കുഴിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഴിച്ചിട്ടാണ് വെട്ടിയെടുക്കുന്നത്. കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിൽ വേറെ കട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ അത് കുഴിച്ചിട്ടതിന് ശേഷം നമ്മളിനി എല്ലാം കട്ട് ചെയ്തെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് അളവ് അടയാളപ്പെടുത്തിയിട്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ മാറ്റിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാനുള്ളത് കാണിച്ചു തരികയാണേ. പിന്നെ ഞാനൊന്ന് ചെരിച്ചു കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ ഇത് ഒന്ന് അടിക്കുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ വേണം നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാം വെട്ടിയെടുത്തതിന് ശേഷം അത് വെട്ടിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, തുണി തെന്നിപ്പോവാണ്ടൊന്ന് ഇരിക്കുക കേട്ടോ. തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവുകളൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം, ഏങ്കോണിപ്പ് വരും തയ്ക്കുന്നതിൽ. അപ്പോൾ വെട്ടുമ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ട് വെട്ടുക. ഉപയോഗിക്കുന്ന കത്രിക നല്ല മുറിച്ചുള്ളതാവുക. പിന്നെ നമ്മുടെ കത്രിക നിലത്ത് വീഴാൻ നമ്മൾ സമ്മതിക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ള മൂർച്ച മുഴുവൻ പോവും. അപ്പോൾ നമ്മൾ കഴുത്തും എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ക്ലീനായിട്ട് വെട്ടിയെടുക്കുക. പ്രത്യേകിച്ച് അതിനകത്ത് എങ്കോണിപ്പൊന്നും വരാത്ത രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമുണ്ടാവും കേട്ടോ. ഇനി ഈ ഭാഗം ഇതെന്താ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെറിവിടാൻ, അതായത് തുണിക് ടോപ്പിൻ്റെ താഴെ ഞെറിവിട്ടല്ലേ എടുക്കുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പീസ് ഉണ്ട്. അതൊരു 7 ഇഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ പപ്പാതിയാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. അതായത് 14 ഇഞ്ച് ടോട്ടൽ ഉണ്ടായിരുന്നു. 7 ഇഞ്ച് 7 ഇഞ്ചാക്കി നമ്മളതും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് തയ്ച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ തയ്ച്ചെടുക്കുന്നത് എന്താണ് കഴുത്താണ്. അത് നമ്മളൊരു വേറൊരു പീസ് വെച്ച് അടിച്ചു കൊടുത്തിട്ട് അതിനെ മറിച്ചിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ആ കാണുന്നത്. നമ്മുടെ കയ്യിൽ ഇതിന് പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് അതിനകത്ത് ബാക്കി വന്ന വേറൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്ത് അതിനെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴുത്ത് ക്ലീനാക്കി. അതുപോലെ തന്നെയാണ് ഷോൾഡറിനും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗങ്ങളിലും നമ്മൾ ഇതേപോലെ വേറൊരു പീസ് വെച്ച് കൊടുത്തിട്ട് അതിനെ അതായത് നല്ല വശത്ത് ആ പീസ് വെച്ച് കൊടുക്കുക. അടിച്ചിട്ട് പൊട്ട വശത്തേക്ക്, അതായത് മോശം വശത്തേക്ക് നമ്മൾ മറിച്ചിട്ടിട്ട് പിന്നെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ലൈനിങ് ഇല്ലാത്തതിന് നമ്മൾ ചെയ്യാറ് കേട്ടോ. പിന്നെ ഇല്ലേ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ബിഗിനേഴ്സിന് മാത്രമാണ്. ബിഗിനേഴ്സിന് സത്യം പറഞ്ഞാൽ ലൈനിങ് ഉള്ളതിന് എന്താ ചെയ്യേണ്ടത്, ലൈനിങ് ഇല്ലാത്തതിന് എന്താ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നത് ആദ്യത്തെ എൻ്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അടിക്കാൻ അറിയുന്നവർക്ക് നമ്മൾ ഇത് നോക്കി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. ഇതാ കണ്ട, ഇതേപോലെ നമ്മൾ ഏത് വശമാണോ നല്ല വശമായിട്ട് എടുത്തിരിക്കുന്നത് ആ വശത്തേക്ക് തുണി വെച്ചിട്ട്, അതായത് നമുക്ക് അടിക്കേണ്ട മെറ്റീരിയൽ വെച്ച് അതിനെ മേലെ അടിച്ചിട്ട് പിന്നെ അത് മറിച്ചിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ ഞാൻ 2 ഷോൾഡറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കും സെയിം ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. ഒന്ന് ചരിച്ചിട്ടാണ് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ. പിന്നെ കെട്ടിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് കേട്ടോ.
ഒരു 2 അടിയൊക്കെ ഒന്നും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും അത്. അതുകൊണ്ടാണ് ഞാൻ 2 അടി അടിച്ചത്. അതിനുശേഷം നമ്മൾ പിന്നെ ലെയർ വെച്ച് കൊടുക്കുക. അതായത് ടുണിക് ടോപ്പിൻ്റെ ഗ്യാദറേഴ്സൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുത്തതിന് ശേഷം ഞെറിവ് ഞാൻ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ടുണിക് ടോപ്പ് റെഡിയായി. ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.